Very good morning, my dear students. We are now going to the next session of our corporate governance and business ethics. And now we are proceeding with the theories of corporate governance. One theory we have studied in the previous class, that was agency theory. And we have studied the content of agency theory and why managers or directors are considered as agents of shareholders, and why there is a separation between ownership and control, and how this agency relationship is existing between the principals, that is shareholders, and the board of directors, and what is the essential features, and what all things have to be implemented in an organization to execute this corporate governance. What are the measures to be implemented? And finally, we have also studied the important limitations of this agency. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് രണ്ടാമത്തെ തിയറിയാണ്. ആ തിയറിയുടെ പേര് സ്റ്റെവാർഡ്സ് തിയറി എന്നാണ്. സ്റ്റെവാർഡ്ഷിപ്പ് തിയറി. And what is stewardship theory? And who is a steward? ആരാണ് സ്റ്റെവാർഡ്? എന്താണ് സ്റ്റെവാർഡ്ഷിപ്പ് തിയറി? സ്റ്റെവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കാര്യസ്ഥന്മാർ അല്ലേ. പണ്ടത്തെ വലിയ വലിയ തറവാടുകളിലൊക്കെ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നോക്കാനായിട്ട്. ഒരുപാട് പറമ്പും ഒരുപാട് ഭൂമിയും ഒക്കെയുള്ള സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യസ്ഥനെയൊക്കെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, ആ കാര്യസ്ഥനാണ് സ്റ്റെവാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് സ്റ്റെവാർഡ്? ആർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റെവാർഡ് വർക്ക് ചെയ്യുന്നത്? ആരാണ് സ്റ്റെവാർഡ്? ഇവിടെ മാനേജ്മെന്റ് ആണ് സ്റ്റെവാർഡ്. ആരുടെ സ്റ്റെവാർഡാണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ സ്റ്റെവാർഡ്. കാരണം ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം they have to do a lot of things inside the organization അല്ലേ. അവരുടെ ഓർഗനൈസേഷൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സ്റ്റെവാർഡാണ്. സ്റ്റെവാർഡ്സ് ആണ് ആരെന്ന് പറയുന്നത്? മാനേജേഴ്സ് എന്ന് പറയുന്നത്, ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ one of the important peculiarities of stewardship theory is that there is no need of separating ownership and control. ഓണർഷിപ്പും കൺട്രോളും തമ്മിലുള്ളൊരു സെപ്പറേഷനോ അതോടൊപ്പം തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റോ ഇവിടെ ഇല്ല. നമുക്കറിയാം, അപ്പോൾ ഒരു കാര്യസ്ഥനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ ട്രസ്റ്റ്ഫുള്ളായിട്ട് അത് അയാളുടെ തന്നെ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും അത് അവരുടെ ഇൻട്രസ്റ്റാണ്. അല്ലാതെ there is no conflicting interest between the steward and the employer. എംപ്ലോയറും സ്റ്റെവാർഡും തമ്മിൽ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ ഇല്ല. മാക്സിമം ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് സ്റ്റെവാർഡിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ബെനിഫിറ്റ് അയാൾക്ക് കിട്ടുള്ളൂ. എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നോ അത്രയും നല്ല ബെനിഫിറ്റ് ആർക്ക് കിട്ടും? സ്റ്റെവാർഡിന് കിട്ടും. സോ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് ഇവിടത്തെയും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സ്റ്റെവാർഡ്ഷിപ്പ് തിയറിയിലും നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെയും മാനേജേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെയും വെവ്വേറെ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. രണ്ടുപേരുടെയും ഒരേ ഇൻട്രസ്റ്റാണ്. ഒരേ ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് മാനേജേഴ്സ് സ്റ്റെവാർഡ്സ് ആയിട്ട് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടു കൂട്ടരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്, ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, ആൻഡ് ദർ ഇസ് നോ നീഡ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. ആൻഡ് a steward protects and maximizes shareholders' wealth through firm performance, because by so doing the steward's utility functions are maximized. That's the essence of stewardship theory. Stewardship theoryയുടെ ഏറ്റവും എസെൻസ് ആണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, വായിച്ചത്. That is, steward protects and maximizes shareholders' wealth.
സ്റ്റുവാർഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ത് ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എപ്പോഴാണ് മാക്സിമൈസ്ഡ് ആവുന്നത്, മാക്സിമം അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ, അല്ലേ, മാക്സിമം അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ, അപ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ത് ചെയ്യപ്പെടുന്നത്, മാക്സിമൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുന്നതിലൂടെ സ്റ്റുവാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ദെയർ യൂട്ടിലിറ്റി ഈസ് ആൾസോ ഇൻക്രീസ്ഡ്. അവരുടെ യൂട്ടിലിറ്റിയും കൂടി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. യൂട്ടിലിറ്റി മീൻസ് അവർക്ക് കിട്ടുന്ന വേതനം, അവർക്ക് കിട്ടുന്ന ബോണസ്, അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദർ ഇസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഗിവൺ ഇൻ ദിസ് stewardship model or stewardship theory. And അവിടെ കൊടുത്തിരിക്കുന്നത് empower trust and at the same time protects and maximize shareholders wealth. Shareholders in one way they help the stewards, and stewards in another way helps the ഷെയർഹോൾഡേഴ്സ്, അല്ലേ, ഷെയർഹോൾഡേഴ്സും സ്റ്റുവാർഡ്സും പരസ്പരം ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിലൂടെ കാര്യങ്ങളെല്ലാം വേണ്ടും വിധം നോക്കി നടത്തുന്ന ഒരു പ്രക്രിയയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി സീസ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ദ സക്സസ് ഓഫ് ദി firm, and therefore the stewards protect and maximize shareholders' wealth through firm performance. And a steward who improves performance successfully satisfies most stakeholders group in organization, and when these groups have interest that all are served by increasing organizational wealth. Firm performance, organizational wealth, കൃത്യമായിട്ടുള്ള വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്തിലൂടെ, കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷണൽ പെർഫോമൻസിലൂടെ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിലൂടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്, സ്റ്റുവാർഡ്സിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് സാധിക്കുന്നു. അതിലൂടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. ആൻഡ് ദർ ആർ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് പെക്യൂലിയാരിറ്റീസ്, കുറച്ച് പ്രത്യേകതകളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയുടെ. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റാണ്. ട്രസ്റ്റ്, നമ്മൾ നേരത്തെ ഏജൻസി തിയറി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് അവിടെ സെപ്പറേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റഡ് ആവും, അപ്പോൾ ഒരാൾ മറ്റേയാളെ പേടിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തന്നത്, അല്ലേ. ഷെയർ ഹോൾഡേഴ്സിനെ ആര് പേടിക്കണം, മാനേജേഴ്സ് പേടിക്കണം. മാനേജേഴ്സിനെ ആര് പേടിക്കണം, ഷെയർ ഹോൾഡേഴ്സ് പേടിക്കണം. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രസ്റ്റ്, രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വാസമില്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് ഏജൻസി തിയറിയിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. പക്ഷേ അങ്ങനെയല്ല എവിടെയുള്ളത്, ഈ ഒരു സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിലുള്ളത് പരസ്പര വിശ്വാസവും, അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് മാനേജേഴ്സിലുള്ള വിശ്വാസവും മാനേജേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിലുള്ള വിശ്വാസമാണ് ഈ ഒരു സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയുടെ തന്നെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ empowered, the managers and the shareholders, they are empowered to implement newer ideas and innovative ideas inside the organization. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആർക്ക് പേടി വരും, ഷെയർ ഹോൾഡേഴ്സിന് പേടി വരും. വെദർ ദിസ് വിൽ എഫക്ട് ദെയർ വെൽത്ത് ഓർ ദെയർ വെൽത്ത് മാക്സിമൈസേഷൻ പ്രോസസ്, ഓൾ ദീസ് തിങ്സ്, അല്ലേ. പുതിയൊരു ബ്രാഞ്ച് ഡേ തുടങ്ങാൻ പോകണു, സോ അത് ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു പേടിയായിരിക്കും ആർക്കുണ്ടാവുക, ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കും, അല്ലെ. പുതിയ പ്രോഡക്റ്റ് തുടങ്ങാൻ പോകുന്നു, പുതിയ ഐഡിയ ആണ്, പക്ഷേ അത് എത്രത്തോളം നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ ഒരു ഡിസ്ട്രസ്റ്റ് എപ്പോഴും അവിടെ ഉണ്ട്. അതേസമയം സ്റ്റുവാർഡ്ഷിപ്പ് തിയറി അങ്ങനെയല്ല പറയുന്നത്. മാനേജേഴ്സിന് ആരെ ഭയമില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഭയമില്ല, ഷെയർ ഹോൾഡേഴ്സിന് ആരെയും ഭയമില്ല, മാനേജേഴ്സിനെ അവർക്കറിയാം, അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഈ മാനേജേഴ്സ് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊള്ളും, നമ്മൾക്ക് വേണ്ടതൊക്കെ അവർ നേടി തന്നുകൊള്ളും എന്നുള്ളൊരു ട്രസ്റ്റും കോൺഫിഡൻസും ആരിലുണ്ട്, ഷെയർ ഹോൾഡേഴ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സമ്മതത്തോടുകൂടി, ഈവൻ ചിലപ്പോൾ അവരുടെ സമ്മതം ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്
കാണുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലോ ഏജൻസി കോസ്റ്റ്. ഏജൻസി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏജൻസി എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സം type of cost will be incurred. For example, for gathering, for conducting the meetings of shareholders frequently, we have to incur certain cost. That's the agency cost. അല്ലേ, ചില മീറ്റിങ്ങുകളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചു ചേർക്കേണ്ടി വരും. കാരണം ടു സീക്ക് ദ പെർമിഷൻ ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. അവരറിയിക്കാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അവരറിയിക്കണം എന്നുണ്ടെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, അല്ലെങ്കിൽ വി ഷുഡ് പ്രിപ്പയർ ദ നോട്ടീസസ്, വി ഷുഡ് ഡ്രാഫ്റ്റ് ദ ലെറ്റേഴ്സ്, and all these must be sent to the shareholders. And സിമ്പിൾ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചെറിയ കോസ്റ്റുകൾ അവിടെ എന്ത് ചെയ്യപ്പെടും, ഇൻവോൾവ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള കോസ്റ്റുകളുടെ ഒരു കുറവ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് പെക്യുലിയാരിറ്റീസ് ഓഫ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. ആൻഡ് എന്തിനായാലും ഏജൻസി തിയറിയിൽ നിന്നും വളരെ വിഭിന്നമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഏത് തിയറിയിലുള്ളത്, സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ ഉള്ളത്. അതേസമയം തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസും അവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, വൈൽ ഏജൻസി തിയറി ഷോസ് ഏജന്റ് ആസ് സെൽഫ് സെൻറ്റേർഡ്, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി ഷോസ് an excessively benevolent picture of the steward who is ready to subordinate the interest to that of the shareholders. And sometimes this may be an exaggeration. That's its limitation. അതായത് ഇവിടെ പറയുന്നത്, നമ്മൾ ഏജൻസി തിയറിയിൽ കണ്ടത് ഒട്ടും ട്രസ്റ്റ് ഇല്ലാത്ത, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത രണ്ട് പാർട്ടീസിനെയാണ്. ഷെയർ ഹോൾഡേഴ്സിന് മാനേജേഴ്സിനെയും താല്പര്യമില്ല, മാനേജേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിനെയും താല്പര്യമില്ല എന്നല്ല, അവർക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു ഏജൻസി നിർബന്ധപൂർവ്വം നമുക്കത് എന്ത് ചെയ്യേണ്ടി വരുന്നത്, അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അല്ലേ? സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ഇവിടെ തിയറി കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് മാക്സിമം ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കിയിരിക്കുകയാണ് ആര്, മാനേജേഴ്സ്. മാക്സിമം കോൺട്രിബ്യൂഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് അതൊരു എക്സാജറേഷൻ അല്ലേ, അത് പലപ്പോഴും സത്യമാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ അതൊരു ലിമിറ്റേഷനായിട്ട് ഇവിടെ ഇത്രയ്ക്ക് എക്സാജറേറ്റ് ചെയ്ത് പോകണോ? ഇത്രയും കോൺഫിഡൻസ് ശരിക്കും മാനേജേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിനുണ്ടോ, ഷെയർ ഹോൾഡേഴ്സിന് മാനേജേഴ്സിലുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ഒരു ലിമിറ്റേഷനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദാറ്റ് the theory takes into account interest of only employees and shareholders and does not refer to the interest. നേരത്തെ നമ്മൾ ഏജൻസി തിയറിയിൽ പറഞ്ഞ അതേ ഒരു ലിമിറ്റേഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. വേറൊന്നും തന്നെയല്ല, ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ഇവിടെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും. അല്ലാതെ വേറൊരാളും ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു തിയറിയാണ് ഏത് തിയറി, ഈ ഒരു സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്, ലൈക്ക് ഏജൻസി തിയറി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് causal relationship between governance and financial performance cannot be assessed using this theory. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഗവേണൻസും ഫിനാൻഷ്യൽ പെർഫോമൻസും എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് നല്ലതായതുകൊണ്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് നന്നായോ? അല്ലേ? നമുക്കെപ്പോഴും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് എത്രത്തോളം നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു തിയറിയിലൂടെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇത്രത്തോളം, കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളതുകൊണ്ട് ഇത്രത്തോളം നന്നായി, കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത്രത്തോളം മോശമായി എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പ്രത്യേകത മീൻസ് അതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. പിന്നീട് വരുന്ന ഒന്ന് രണ്ട് തിയറികളിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് പിൻ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് ഈ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്.
Okay, so these are the important limitations of this stewardship theory, and by understanding the limitations of agency theory and also stewardship theory, we are now going to the third theory, that is stakeholders theory. Stakeholders theory. And what do you mean by stakeholder theory? എന്താണ് stakeholder theory? ലൈക്ക് അതിൻ്റെ ആ ഒരു പേര് കേൾക്കുന്നത് പോലെ തന്നെ സ്റ്റേക്ക് തിയറി ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ ബെനിഫിറ്റ്സ് ഓഫ് all stakeholders like employees, customers, society, government and all the sectors of the general public. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒരു ഇപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് തിയറിയിലും അതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പോയിൻ്റാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ സ്റ്റേക്ക് ഹോൾഡർ തിയറിയുടെ എസെൻസ് എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് refers to those groups without whose support the organization would cease to exist. Stakeholders are those people. Stakeholders തിയറിയിൽ സ്റ്റേക്ക്ഹോൾഡേഴ്സിനെ വിശദീകരിച്ചിരിക്കുന്നതാണ്. അതായത് stakeholders are those people without whom a firm cannot exist at all. സ്റ്റേക്ക്ഹോൾഡേഴ്സിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലേ. കൺസ്യൂമേഴ്സ് ഇല്ലാതെ ഓർഗനൈസേഷന് നിലനിൽപ്പില്ല, ഷെയർ ഹോൾഡേഴ്സ് ഇല്ലാതെ ഓർഗനൈസേഷന് നിലനിൽപ്പില്ല. ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാതെ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പില്ല. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദോസ് ഗ്രൂപ്പ്സ് without whose support the organization would cease to exist. And the stakeholder theory can be defined. Stakeholder theory നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം: any group or individual who can affect or is affected by the achievement of the organization's objective. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിലൂടെ ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ആ ഗ്രൂപ്പുകളെ ഒക്കെ നമ്മൾ ഏത് തിയറിയുടെ ഉള്ളിൽ പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയുടെ ഉള്ളിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ദേ ക്യാൻ ഓൾസോ ബി ഡിവൈഡഡ് ഇൻ ടു ടു. ദേ ആർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഗ്രൂപ്പ്സ്. ഇൻറ്റേർണൽ ഗ്രൂപ്പ്സും ഉണ്ട്, എക്സ്റ്റേർണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 57 there is a picture depicting the various internal stakeholders and external stakeholders. Internal stakeholders ആയിട്ട് അവിടെ വരുന്നത് ഓണേഴ്സ് ആണ്. ഓണേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കുറച്ചുകൂടി കൂടുതലുണ്ട്, എണ്ണം കുറച്ച് കൂടുതലാണ്. ലൈക്ക് കസ്റ്റമേഴ്സ്, അതുപോലെ സൊസൈറ്റി, നെക്സ്റ്റ് ഗവൺമെൻറ്, പ്രഷർ ഗ്രൂപ്പ്സ്, മീഡിയ, സപ്ലയേഴ്സ്. ഓക്കെ, പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണോ ശ്രദ്ധിക്കുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്ന, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ ആൾക്കാർ, അത് ആരുമായിക്കോട്ടെ അവരെയൊക്കെയാണ് പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്രത്യേകിച്ചും റെഗുലേറ്ററി ഫ്രെയിം വർക്കിൽ വരുന്ന ഓർഗനൈസേഷനുകൾ, ഇപ്പോൾ സെബി പോലുള്ള സംഘടനകൾ, ഓർഗനൈസേഷനുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ഓർഗനൈസേഷൻ, ഇതൊക്കെ പ്രഷർ ഗ്രൂപ്പ്സാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും പറഞ്ഞ് രണ്ട് വിഭാഗങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരേപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ, ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഓർഗനൈസേഷണൽ പെർഫോമൻസ്, ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് എഫക്റ്റീവായിട്ട് നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെ പൊട്ടൻഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേ ബി ഡിവൈഡഡ് ഇൻ ടു two groups:
പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും ഇൻറ്റേർണൽ എക്സ്റ്റേർണലിന് പുറമെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിട്ട് അവിടെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറിയിൽ വരുന്ന ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ. സെക്കൻഡറിയിൽ വരുന്നത് ഗവൺമെൻറ്, ട്രേഡ് അസോസിയേഷൻസ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി. എക്സ്റ്റേണലായിട്ട് വരുന്ന ആൾക്കാർ. ഇൻറ്റേർണലാണ് മെയിൻലി എവിടെ വരുന്നത്, പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നത്. എക്സ്റ്റേണൽ മെയിൻലി സെക്കൻഡറി ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. അൺലൈക്ക് ഏജൻസി തിയറി ഇൻ വിച്ച് ദ മാനേജേഴ്സ് ആർ വർക്കിംഗ് ആൻഡ് സെർവിങ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. Stakeholders theorists suggest that managers in organization have the network of relationship to serve stakeholders, and this group of network is important other than owner manager employee relationship as in agency theory. ഓണർ, മാനേജർ, എംപ്ലോയീസ്, ഇവർ മാത്രമുള്ളൊരു കൂട്ടായ്മ, അതാണ് ഏജൻസി തിയറിയിൽ എന്ത് ചെയ്യുന്നത്, സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ കുറച്ചും കൂടി വൈഡൻഡ് ആണ്, കുറച്ചും കൂടി ബ്രോഡായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ നെറ്റ്വർക്കിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. സോ that's about സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്നിട്ടുള്ളത് സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഡെഫിനിഷനാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സോ these are the important features of stake. And next theory is known as resource dependency theory. നാലാമത്തെ തിയറി. ഇപ്പം നമ്മൾ 3 തിയറീസ് പഠിച്ചു. ഏതൊക്കെയാ? ഏജൻസി തിയറി നമ്മൾ പഠിച്ചു, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി നമ്മൾ പഠിച്ചു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയാണ്. റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി? എന്താണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി? അതായത് ഈ തിയറിയിൽ നമ്മൾ പറയുന്നത് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഓർ മാനേജേഴ്സ് ഷുഡ് ബി ദാറ്റ് മച്ച് കേപ്പബിൾ ആൻഡ് ദാറ്റ് മച്ച് എഫിഷ്യൻറ്റ് സോ ദാറ്റ് ദേ ക്യാൻ പ്രൊവൈഡ് ദ maximum resources to the organization, and that will be beneficial to all stakeholders of the organization. ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല റിസോഴ്സുകൾ അവരുടെ തന്നെ കണക്ഷൻസ് യൂസ് ചെയ്ത്, ഇൻ്റലിജൻസ് യൂസ് ചെയ്ത്, അവരുടെ തന്നെ ആ ഒരു ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് എത്രത്തോളം ഓർഗനൈസേഷന് വേണ്ടി റിസോഴ്സുകളെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, എത്രത്തോളം റിസോഴ്സ് ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഓർഗനൈസേഷനുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടേഴ്സാണ് എഫിഷ്യൻറ്റ് ഡയറക്ടേഴ്സ്. സോ ദാറ്റ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും, എല്ലാ ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വേണ്ടും വിധം അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവരുടെയും യൂട്ടിലിറ്റീസ്, എല്ലാവരുടെയും ആ ഒരു വെൽത്ത് മാക്സിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർഗനൈസേഷന് വേണ്ടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ ഈ തിയറിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാനേജേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഓർഗനൈസേഷന് റിസോഴ്സുകളെ പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം ചില എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ മാത്രം നമ്മൾ അപ്പോയിൻറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ, കമ്പനിയുടെ തന്നെ മുഖച്ഛായ അവരെന്ത് ചെയ്തെടുക്കും, മാറ്റിയെടുക്കും. അത്രയ്ക്കും ഏബിളായിട്ടുള്ള, അത്രയ്ക്കും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. റിസോഴ്സുകൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നവരായിരിക്കണം ആര്? നമുക്കറിയാം നമുക്ക് ലഭ്യമാകുന്ന റിസോഴ്സുകളാണ് നമ്മളെ പലപ്പോഴും പല ഉന്നത പൊസിഷനുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. ഒരു ഓർഗനൈസേഷനെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നത് അവിടെയുള്ള ഡയറക്ടേഴ്സാണ്. ഡയറക്ടേഴ്സ് എത്രത്തോളം അത് ആവശ്യത്തിന് വേണ്ട വിഭവങ്ങൾ അവിടെ പ്രദാനം ചെയ്യുന്നുണ്ടോ അതാണ് അവിടുത്തെ കാര്യം. ഇനി ഡയറക്ടേഴ്സിനെ റിസോഴ്സ് കൊടുക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഈ ഒരു തിയറിയുടെ ബേസിസിൽ 4 ആൾക്കാരായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. 4 ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. അതിൽ
ഒന്നാമത്തെ ഡയറക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസൈഡേഴ്സ് എന്നാണ്. രണ്ടാമത്തെ കാറ്റഗറി ബിസിനസ് എക്സ്പേർട്സ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. ആൻഡ് നാലാമത്തെ കാറ്റഗറി കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽസ് ആണ്. ഇനി ഇവരുടെ ഏറ്റവും ലോവർ പൊസിഷനിൽ നിന്ന് ഏറ്റവും ഹയർ പൊസിഷനിലേക്കുള്ള ആൾക്കാരെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫ്രം ഇൻസൈഡർ ടു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യലിസ്റ്റ് വരെ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ലോവർ ഗ്രേഡിൽ നിന്നും ഹയർ ഗ്രേഡിലേക്കുള്ള അവരുടെ പോക്കാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. ഇനി ആരാണ് ഇൻസൈഡേഴ്സ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആരാണ് ഇൻസൈഡേഴ്സ്? ഫസ്റ്റ് വൺ, ദ ഇൻസൈഡേഴ്സ് ആർ കറണ്ട് and former executives of the firm, and they provide expertise in specific areas such as finance and law on the firm itself, as well as general strategy and direction. ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴോ അല്ലെങ്കിൽ മുൻപോ നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻസൈഡേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം ചില സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകളിൽ, എല്ലാം കൂടി അവർക്ക് സാധിക്കില്ല, ചില സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകളിൽ അവർക്ക് കമ്പനിയെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സഹായിക്കാനായിട്ട് സാധിക്കും. ചില സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ലോൻ്റെ കേസ്, ലോ എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ കേസിലായിരിക്കാം. നിയമത്തിൽ വളരെ അഗ്രഗണ്യന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ നിയമത്തിൽ ഉപദേശം കൊടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം അവരുടെ ഏറ്റവും അവർ തെളിഞ്ഞു നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ചിലപ്പോൾ അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടിങ്ങിലായിരിക്കാം അവർ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവിടെ ചിലപ്പോൾ അത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഓർഗനൈസേഷൻ്റെ ചില സ്പെസിഫിക് ഏരിയാസിൽ വേണ്ടത്ര ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഡയറക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻസൈഡേഴ്സ്. ആൻഡ് ഈ ഇൻസൈഡേഴ്സിൽ നിന്നും കുറച്ചും കൂടി മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സെക്കൻഡ്ലി വി ക്യാൻ സീ ബിസിനസ് എക്സ്പേർട്സ് ആൻഡ് ദീസ് ബിസിനസ് എക്സ്പേർട്സ് ആർ കറണ്ട് ആൻഡ് ഫോമർ. കറണ്ട് ആയിരിക്കാം, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഫോമർ ആയിരിക്കാം. അവരുടെ കൂടെ ഒരു പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് സീനിയർ എക്സിക്യൂട്ടീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഒന്ന് മുൻപന്തിയിലാണ്. കാരണം എന്തുകൊണ്ടാണ്? seniority will give them the maximum experience also. എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവർ, അതാണ് അവരുടെ കഴിവെന്ന് പറയുന്നത്. സീനിയർ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് അതർ ലാർജ് for profit firms, and they provide expertise on business strategy, decision making and problem solving. നമ്മുടെ കമ്പനിയിൽ അല്ലാതെ പുറമേയുള്ള വലിയ കമ്പനീസിൽ, അതും പ്രോഫിറ്റ് ഓർഗനൈസേഷനുണ്ട്, ലോസിൽ പോകുന്ന ഓർഗനൈസേഷനുടെ കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ ഡയറക്ടേഴ്സ് ശരിയല്ല എന്നുള്ളതാണ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സീനിയർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ തന്നെ, കമ്പനിയുടെ തന്നെ ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏതൊക്കെയാണ് സുപ്രധാന കാര്യങ്ങൾ? ഒന്നാമത്തെ ഡിസിഷൻ മേക്കിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ ബിസിനസ് സ്ട്രാറ്റജി, ബിസിനസ് തന്ത്രങ്ങൾ. നമുക്കറിയാം എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത്, ചെറിയതൊന്നുമല്ല. ഡിഗ്രി ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ബിസിനസ് സ്ട്രാറ്റജി, പ്രോബ്ലം സോൾവിങ്, അല്ലേ? ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ കഴിവുള്ള, വേണ്ട അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കുന്ന സീനിയർ എക്സിക്യൂട്ടീവ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റേസ് ബിസിനസ് എക്സ്പേർട്സ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഇൻസൈഡേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? ബിസിനസ് എക്സ്പേർട്സിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് ചിന്തിക്കാം നെക്സ്റ്റ് ആരാന്നുള്ളത്. തേർഡ്, ദ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്. സപ്പോർട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകൾ ആർ ലോയേഴ്സ്, ബാങ്കേഴ്സ്, ഇൻഷുറൻസ് കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് പബ്ലിക് റിലേഷൻസ് എക്സ്പേർട്സ്. ആൻഡ് ദീസ് സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ഇൻ ദെയർ ഇൻഡിവിജ്വൽ സ്പെഷ്യലിസ്റ്റിക് ഫീൽഡ്. അവർ എവിടെയാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ സ്പെഷ്യലൈസ് ആയിട്ടുള്ള മേഖലകളിൽ അവരെന്ത്, ബാങ്കേഴ്സ് ആണെങ്കിൽ ബാങ്കിങ് ഫീൽഡുകളിൽ ബാങ്കിനെ കുറിച്ചിട്ടുള്ള എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്തിനെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി.
അവർ അതിനുള്ള ഉത്തരം എന്ത് ചെയ്യും, തരും. ലോയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോയേഴ്സ് നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള ദേ ആർ നോട്ട് ഇൻസൈഡേഴ്സ്, ദേ ആർ ഔട്ട്സൈഡേഴ്സ്. ദേ ക്യാൻ ബി സ്പെഷ്യലിസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യാം, പക്ഷെ അവരൊരിക്കലും എന്തായിട്ട് കൂട്ടില്ല, നമ്മൾ ഇൻസൈഡേഴ്സായിട്ട് കൂട്ടില്ല. ആൻഡ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്ക് ഇൻ യുവർ ഫസ്റ്റ് സെമസ്റ്റർ BCom. You have studied the organization structure, and in that you have studied one line and staff structure. And staff are always സ്പെഷ്യലിസ്റ്റുകളാണ്. അവർ ആയിരിക്കുന്ന മേഖലകളിൽ അവർ സ്പെഷ്യലിസ്റ്റുകളാണ്. ആ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, this support specialist. And finally the community influentialist. They are political leaders, university faculties, members of leaders of social and community organization. Social and community organization ലീഡേഴ്സ്, ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സൈഡേഴ്സും ആണ്, ഇൻസൈഡേഴ്സ് അല്ല. അറ്റ് ദ സെയിം ടൈം പബ്ലിക് ലീഡേഴ്സ് അല്ലെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അവരുടെ മേഖല എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിട്ടുള്ള മേഖലയാണ്. ബട്ട് വി ക്യാൻ ഗെറ്റ് ദെയർ സർവീസസ് ഓൾസോ. അവരുടെ സർവീസും കൂടി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലഭിക്കുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. സോ ഇത്രയും 4 ആൾക്കാരെ കുറിച്ചിട്ടാണ്, 4 തരം ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അവർ അവിടെ പറയുന്നത്. ഇതിലെ ആരെ ഒഴിവാക്കാം, ആരെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഡയറക്ടേഴ്സിനൊക്കെ തന്നെ ഓർഗനൈസേഷന് വേണ്ട ഫെസിലിറ്റീസ്, വേണ്ട റിസോഴ്സസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൊടുക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ഓർഗനൈസേഷൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്ന കാര്യം. സോ ദാറ്റ്സ് അബൌട്ട് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഇപ്പോൾ നമ്മൾ ആകെ എത്ര തിയറി ഉണ്ട്, 6 തിയറി ഉണ്ട്. നമ്മളിപ്പോൾ എത്ര തിയറിയെ പഠിച്ചത്, 4 തിയറീസ് നമ്മൾ പഠിച്ചു. ഇനി 2 തിയറിയും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഏജൻസി തിയറി എന്താണ്, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, കമ്പാരിസണുകൾ എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്താണ്, അതിൽ പറയുന്ന കാര്യം എന്താണ്, അതുപോലെ തന്നെ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്താണ്. ഇനി 2 തിയറി ഉള്ളത് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറിയും പൊളിറ്റിക്കൽ തിയറിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.